സമൂഹത്തിൽ ഈ വിവാഹമോചന നിരക്കിൻ്റെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുന്നു. അപ്പോൾ അതിൽ ആ നിയമവ്യവസ്ഥയെക്കുറിച്ച് അവബോധമുണ്ടാകുന്നു. പിന്നെ സ്ത്രീകളുടെ എഡ്യൂക്കേഷൻ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. വീട്ടമ്മ വീട്ടിൽ എല്ലാ കാര്യങ്ങളും നോക്കി ജോലി ചെയ്യുന്നത് കൊണ്ടാണല്ലോ പുരുഷന്മാർക്ക് പുറത്തു പോയി ജോലി ചെയ്യാനാകുന്നത്. ഒരു വിവാഹമോചന കേസ് വന്നപ്പോൾ കോടിക്കണക്കിന് രൂപയും ആഡംബര ഫ്ലാറ്റും ആഡംബര BMW ഒക്കെയാണ് കോടതിയിൽ ആവശ്യപ്പെട്ട് വന്നത്. അല്ലെങ്കിൽ നിയമം എപ്പോഴും നിങ്ങൾക്ക് അനുകൂലമല്ലേ എന്ന് ചിലരെങ്കിലും എപ്പോഴും കളിയാക്കിയെങ്കിലും പറയാറുണ്ട്. എല്ലാ നിയമവ്യവസ്ഥകളിലും സ്ത്രീകളെ വലിയ രീതിയിൽ പരിഗണിക്കുന്ന ഒരു രാജ്യമാണ് നമ്മുടേത്. ഭർത്താവിൻ്റെ കയ്യിൽ നല്ല വരുമാനമുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു മുക്കാൽ ഭാഗവും അടിച്ചു മാറ്റി അടിത്തറ വരെ ഇളക്കിയെടുത്തതിന് ശേഷം മറ്റൊരു ജീവിതത്തിലേക്ക് പോകാം. നമസ്കാരം. നിയമം എപ്പോഴും സ്ത്രീകൾക്ക് അനുകൂലമല്ലേ എന്നൊരു പറച്ചിലുണ്ട് നമ്മുടെ സമൂഹത്തിലെ ചിലർക്കെങ്കിലും. എന്നാൽ അങ്ങനെയല്ല എന്ന് തെളിയിക്കുന്നതാണ് കോടതികളിൽ നിന്നുണ്ടാകുന്ന വിധികളിൽ പലതും. അങ്ങനെയൊന്നാണ് ഡൽഹി ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു വിധി. സാമ്പത്തിക സ്വാതന്ത്ര്യം നേടിയ ജീവിത പങ്കാളിക്ക് ജീവനാംശത്തിന് അർഹതയില്ല എന്നാണ് കോടതി പറയുന്നത്. ഈ വിഷയമാണ് വനിതാ ജംഗ്ഷൻ ഇന്ന് പരിശോധിക്കുന്നത്. ജീവനാംശം ഔദാര്യമോ അവകാശമോ? അമ്പളി, സുപ്രധാന വിധിയാണ് ഡൽഹി ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. അതായത് ഭർത്താവിനെ പിഴിഞ്ഞ് ജീവിക്കാമെന്ന് വിചാരിക്കുന്ന സ്ത്രീകൾക്കൊരു തിരിച്ചടി അല്ലേ? വിവാഹമോചന കേസുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി ആയാലും മറ്റ് ഹൈക്കോടതികളായാലൊക്കെ ഈ ജീവനാംശം വാങ്ങുന്നവരുടെ യഥാർത്ഥ ആവശ്യം എന്താണ് കോടതിയിൽ തെളിയിക്കണമെന്ന് നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ഈ വിഷയം സംസാരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഡൽഹി ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഒരു സുപ്രധാന വിധി ഉണ്ടാവുകയുണ്ടായി ഈ വിവാഹമോചന കേസുമായി ബന്ധപ്പെട്ട്. അതായത് സാമ്പത്തിക സ്ഥിരത അല്ലെങ്കിൽ സാമ്പത്തിക ഭദ്രതയുള്ള പങ്കാളിക്ക് ജീവനാംശം നൽകേണ്ടതില്ല എന്നുള്ള ഒരു സുപ്രധാന നിരീക്ഷണമാണ് കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ളത്. അതും ഒരു ഡിവേഴ്സ് കേസ് പരിഗണിച്ചുകൊണ്ടാണ് സുപ്രീം കോടതി അങ്ങനെ ഒരു ശരിക്കും പറയുകയാണെങ്കിൽ വളരെയധികം ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു നിരീക്ഷണം തന്നെയാണ് കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. ഭാര്യ ഭർത്താക്കന്മാർ എന്ന് പറയുന്നത് ഒരാൾ ഇന്ത്യൻ റെയിൽവേയിലെ ഉയർന്ന ഉദ്യോഗസ്ഥയാണ്, ഭർത്താവ് എന്ന് പറയുന്നത് അഭിഭാഷകനും കൂടിയാണ്. അപ്പോൾ ആ ജീവനാംശവുമായി ബന്ധപ്പെട്ട് സാമൂഹിക നീതി ഉറപ്പാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ വിവാഹമോചന കേസുകളിലെ ജീവനാംശം ഏർപ്പെടുത്തിയിട്ടുള്ളത്. പക്ഷേ സാമ്പത്തികമായ ഉയർച്ചയ്ക്കോ അല്ലെങ്കിൽ അവരുടെ സാമ്പത്തിക വളർച്ചയ്ക്കോ വേണ്ടി ആവരുത് ഈ ജീവനാംശം എന്നാണല്ലോ കോടതി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഹിന്ദു വിവാഹ നിയമത്തിലെ സെക്ഷൻ 25 പ്രകാരം അത് നടപ്പാക്കാനാകില്ല എന്ന് കോടതി പറയുന്നുണ്ട്. അത് ഈ സെക്ഷൻ 25 എന്ന് പറയുന്നത് ഈ പങ്കാളികളുടെ അല്ലെങ്കിൽ ഭാര്യയോ ഭർത്താവോ ആവട്ടെ ആരാണോ ജീവനാംശം ആവശ്യപ്പെടുന്നത് അവരുടെ ഈ വരുമാനം, അതുപോലെ തന്നെ വരുമാന ശേഷി, പിന്നെ സ്വത്ത്, പിന്നെ അതുപോലെ തന്നെ അവരുടെ പെരുമാറ്റം, ഇതൊക്കെ ഈ വിവാഹമോചന കേസുകൾ കോടതിയിലേക്ക് എത്തുമ്പോൾ അവിടെ കോർട്ടിന് അവരുടെ വിവേചനാധികാരം ഉപയോഗിച്ച് തീരുമാനമെടുക്കാമെന്നുള്ളതാണ്. വിവാഹമോചന നിയമത്തിൻ്റെ വ്യവസ്ഥകളിലും പറയുന്നത് അങ്ങനെ തന്നെയാണ്. അപ്പോഴാണ് കോടതിയുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലൊരു നിരീക്ഷണം ഉണ്ടാകുന്നത്. വളരെ സാമ്പത്തികമായി ശേഷിയുള്ള അല്ലെങ്കിൽ നമുക്ക് വിചാരിക്കാൻ പറ്റാത്ത അത്രയും വലിയ ഒരു സ്വത്തും ആസ്തിയും പണവും എല്ലാം ജീവനാംശം ആവശ്യപ്പെടുമ്പോൾ നൽകേണ്ടതില്ല എന്ന് കോടതി പറയുന്നത്. ഐശ്വര്യ സൂചിപ്പിച്ച പോലെ തന്നെ ഇത് ഒരു കീഴ്വഴക്കമാണ് എന്ന് പറയാം. ഒരു വിവാഹമോചന നിയമത്തിലൊരു വ്യവസ്ഥ നമ്മുടെ രാജ്യത്ത് നിലവിലുണ്ട്, പക്ഷേ ഇതൊരു കീഴ്വഴക്കമാണ് എന്ന് പറയാം. കാരണം ഇത്തരം വിവാഹമോചന കേസുകൾ ഇനി മറ്റു കോടതികളിലേക്ക് എത്തുമ്പോൾ ഇവർക്ക് ഈ വിധി ചൂണ്ടിക്കാണിക്കാനാകുമെന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം. പിന്നെ ഈ ജീവനാംശത്തെക്കുറിച്ച് പറയുമ്പോൾ വിവാഹമോചന നിയമവുമായി ബന്ധപ്പെട്ട് വളരെ ജാഗ്രതയോടും അതുപോലെ തന്നെ ശ്രദ്ധയോടും കൂടിയൊക്കെ കൈകാര്യം ചെയ്യേണ്ട ഒന്നായിട്ടാണ് തോന്നിയിട്ടുള്ളത്. ആർക്കാണോ ജീവനാംശം നൽകുന്നത് അത് എന്നും ബാധ്യതയായിട്ടുള്ളൊരു കാര്യമാണ്. അത് നമ്മുടെ രാജ്യത്തായാലും സംസ്ഥാനത്തായാലും ലോകത്തിലെ പല രാജ്യങ്ങളിലായാലും. അപ്പം നമ്മളൊരു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വരെ എടുക്കുകയാണെങ്കിൽ ഈ വിവാഹമോചന നിയമങ്ങളിൽ ജീവനാംശം സാമ്പത്തികമായി ആവശ്യപ്പെടാനുള്ള അവകാശബോധമൊന്നും നമ്മുടെ സമൂഹത്തിൽ ആർക്കും ഉണ്ടായിരുന്നില്ല, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക്. പിന്നീടാണ് നമ്മൾ സമൂഹത്തിൽ ഈ വിവാഹമോചന നിരക്കിൻ്റെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുന്നു. അപ്പോൾ അതിൽ ആ നിയമവ്യവസ്ഥയെക്കുറിച്ച് അവബോധമുണ്ടാകുന്നു. പിന്നെ സ്ത്രീകളുടെ എഡ്യൂക്കേഷൻ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ ഇന്ന് കാലം മാറി സമൂഹത്തിൽ സ്ത്രീക്കും പുരുഷനും തുല്യരായി കാണുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ആ തുല്യതയുടെ കാലഘട്ടത്തിൽ നിന്ന് നമ്മളിത് സംസാരിക്കുമ്പോഴും നിയമത്തിന് മുന്നിൽ എപ്പോഴും
സ്ത്രീ പുരുഷനും എന്നൊന്നും ഇല്ലല്ലോ. ഈ ഡൽഹി ഹൈക്കോടതിയുടെ ഒരു വിധി തന്നെ ഉണ്ടായത് ജീവിത പങ്കാളിക്ക് ഈ പറഞ്ഞതുപോലെ തന്നെ കൊടുക്കാനുള്ള അല്ലെങ്കിൽ ഇത്ര തുക കൊടുക്കാനുള്ള അവകാശമില്ല, അതായത് സ്ത്രീക്ക് എന്നൊരു വാക്ക് വന്നിട്ടില്ല. അത് ആ തുല്യത ചൂണ്ടിക്കാണിക്കുന്ന ഒന്നാണ്. നമ്മുടെ ചുറ്റും ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. പക്ഷേ എല്ലാവർക്കും മനസ്സിലാകുന്ന ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇന്ത്യൻ ക്രിക്കറ്റ് താരം മുഹമ്മദ് ഷമി. എന്താണ് സംഭവിച്ചത് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ? വിവാഹമോചനവുമായി ബന്ധപ്പെട്ട് കോടതിയിൽ പോകുമ്പോഴേക്കും ഈ കീഴ്ക്കോടതി ഒരു തുക ഭാര്യയ്ക്കും മകൾക്കുമായി നീക്കിവെക്കാൻ പറയുകയും, പക്ഷെ അത് പോരാ എന്നാണ് മുഹമ്മദ് ഷമിയുടെ ഭാര്യ അവകാശപ്പെട്ടത്. ലക്ഷങ്ങൾ കൊടുക്കാമെന്ന് പറഞ്ഞപ്പോഴും അതും പോരാ, കാരണം മുഹമ്മദ് ഷമിക്ക് അതിൽ കൂടുതൽ വരുമാനമുണ്ട്, വാർഷിക വരുമാനം കോടികളാണ്, അപ്പോൾ അതിൻ്റെ ഒരു പങ്ക് കിട്ടണം എന്നാണ് പറഞ്ഞത്. അന്ന് കോടതി ചൂണ്ടിക്കാണിച്ചൊരു ചോദ്യമുണ്ട്. ജീവനാംശം എന്ന് പറയുന്നത് ജീവിത നിലവാരം മെച്ചപ്പെടുത്താനുള്ള തുകയല്ല. ഈ അതിദരിദ്രരായുള്ള ആൾക്കാർക്ക് അവരുടെ ജീവിതം മെച്ചപ്പെടുത്തുക അല്ലെങ്കിൽ മുന്നോട്ട് ജീവിക്കാനായി ഒരു വരുമാനം ഭർത്താവിൽ നിന്ന് വാങ്ങിക്കൊടുക്കുക എന്നുള്ളതാണ്. പക്ഷേ ഇന്ന് കണ്ടുവരുന്ന ഒരു പ്രവണത എന്ന് പറയുന്നത് വിവാഹം കഴിക്കുക, അത് ഒത്തുപോകാൻ കഴിഞ്ഞില്ല എങ്കിൽ വിവാഹമോചനം വാങ്ങുക, അതിൽ കൂടെ ഭർത്താവിനെയും ഭർത്താവിൻ്റെ വീട്ടുകാരിൽ നിന്നും ഈ പറഞ്ഞതുപോലെ ഭീഷണിപ്പെടുത്തി അല്ലെങ്കിൽ കോടതിയിൽ കേസ് ഫയൽ ചെയ്ത് എല്ലാ പൈസയും അടിച്ചു മാറ്റുക എന്നൊരു രീതിയിലേക്ക് മാറിക്കഴിഞ്ഞു. ഇപ്പോഴത്തെ എല്ലാ ഏകദേശം വിവാഹമോചനം എടുത്തു കഴിഞ്ഞാലും അത് തന്നെയാണ് സ്ഥിതി. എപ്പോഴും പുരുഷന്മാർ ചിന്തിക്കും, വിവാഹമോചനം വാങ്ങുകയാണെങ്കിൽ എൻ്റെ വീടടക്കം സ്വത്തടക്കം എല്ലാം എഴുതി വാങ്ങാനുള്ള ഒരു കച്ചിത്തുരുമ്പ്. കാരണം നിയമത്തെ ചൂഷണം ചെയ്യുകയാണ് ഒരു പരിധിവരെ സ്ത്രീകൾ ചെയ്തിരുന്നത് എന്ന് നമുക്ക് നിർഭാഗ്യവശാൽ ഇവിടെ ഇരുന്ന് പറയേണ്ടി വരും. കാരണം മെജോറിറ്റി നമ്മൾ കണ്ടുവരുന്നത് അതാണ്. പക്ഷേ അതിനൊക്കെ തടയിടുന്നൊരു വിധിയാണ് ഡൽഹി ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിരിക്കുന്നത്. ഇതിനു മുൻപ് 2025 ജൂൺ 18 വിധി വന്നിരുന്നു. അത് ബോംബെ ഹൈക്കോടതിയിലെ നാഗ്പൂർ ബെഞ്ചിലാണ്. അതായത് നമുക്കിപ്പോൾ സ്ത്രീക്കും പുരുഷനും നല്ല വരുമാനമുണ്ട് എങ്കിൽ ഈ പറഞ്ഞതുപോലെ തന്നെ ജീവനാംശം കൊടുക്കേണ്ട ആവശ്യമില്ല. അതേസമയം കല്യാണം കഴിഞ്ഞു പോകുന്ന വീട്ടിൽ നല്ല സാമ്പത്തിക സ്ഥിരതയാണ്, അതിൽ കൂടെ തന്നെ വന്നു കയറുന്ന പെൺകുട്ടിക്ക് അല്ലെങ്കിൽ ജീവിക്കുന്ന പെൺകുട്ടിക്ക് വരുമാനം കുറവാണ് എങ്കിൽ ഭർത്താവിൽ നിന്ന് ജീവനാംശം വാങ്ങിക്കൊടുക്കാം. അങ്ങനെ ഒരു നിയമത്തിൻ്റെ പഴുത് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതേസമയം ഈ ജീവിത പങ്കാളികൾക്ക് ഭർത്താവിനെ പോലെ തന്നെ ഭാര്യയെ പോലെ തന്നെ ഭർത്താവിനും വരുമാനമുണ്ട് എങ്കിൽ ജീവനാംശം കൊടുക്കേണ്ടതില്ല എന്നാണ് ഡൽഹി ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ സമൂഹത്തിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കേൾക്കുമ്പോൾ പുരുഷന്മാർക്കാണ് കുറച്ചും കൂടെ സന്തോഷം വരിക, അല്ലെ അമ്പിളി? ഈ പറഞ്ഞതുപോലെ കേൾക്കുമ്പോൾ അത് ഇപ്പൊ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഈ നിയമത്തിന്റെ മുന്നിൽ നമ്മൾ സ്ത്രീകളും പുരുഷന്മാരും തുല്യരാണെന്ന് പറയുമ്പോഴും ജീവനാംശം നൽകുന്നതിന്റെ ഉത്തരവാദിത്വം എപ്പോഴും പുരുഷനാണ് മുന്നിട്ട് നിൽക്കുന്നത് എന്നുള്ളതാണ് പ്രത്യേകത. ഇപ്പോൾ ഐശ്വര്യ സൂചിപ്പിച്ച പോലെ തന്നെ ഇപ്പോൾ ഈ സെലിബ്രിറ്റികളുടെ വിവാഹമോചനം വലിയ രീതിയിൽ വാർത്തയാകും, അവരുടെ ജീവനാംശം അതിലും വലിയ രീതിയിൽ വാർത്തയാവാറുണ്ട്. ഇപ്പോൾ മുഹമ്മദ് ഷമി പറഞ്ഞു, അതേപോലെ തന്നെയാണ് മുംബൈ കോടതിയിലേക്ക് വരുമ്പോൾ ഒരു കാര്യം നമ്മൾ ഈ സ്ത്രീകൾ അടച്ചാക്ഷേപിക്കുന്നത് നമുക്ക് വേണ്ട. അതുകൊണ്ട് തന്നെ ഒരിക്കലും മഞ്ജു വാര്യർ ഒരു കേസിൽ ഒന്നും വാങ്ങാതെ മഞ്ജു വാര്യർ ജീവനാംശം പോലും വാങ്ങാതെ പിരിഞ്ഞു പോയൊരു സംഭവം നമ്മുടെ മുന്നിലുണ്ട്. അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. തീർച്ചയായും. അതായത് യുസ്വേന്ദ്ര ചഹൽ ആയാലും അതുപോലെ തന്നെ ഇപ്പൊ ജയൻ രവിയുടെ കേസിലായാലൊക്കെ ഈ ജീവനാംശം വലിയ രീതിയിൽ വാർത്തയായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ സെലിബ്രിറ്റികൾക്ക് ഒരു പക്ഷേ അത്തരത്തിലുള്ള ഇടപെടലുകൾ കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകും. ഇപ്പോൾ നമ്മുടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് BR ഗവായി പറഞ്ഞൊരു നിരീക്ഷണം ഉണ്ടായിരുന്നു. ഇതേപോലെ തന്നെ മുംബൈയിൽ ഒരു വിവാഹമോചന കേസ് വന്നപ്പോൾ കോടിക്കണക്കിന് രൂപയും ആഡംബര ഫ്ലാറ്റും ആഡംബര BMW ഒക്കെയാണ് കോടതിയിൽ ആവശ്യപ്പെട്ട് വന്നത്. അപ്പോൾ ഇതേപോലെ തന്നെ പറഞ്ഞു, ഈ ജീവനാംശം ആവശ്യപ്പെടുന്ന വ്യക്തിക്ക് അത് തൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമാണോ എന്ന് ആ വ്യക്തി കോടതിയിൽ തെളിയിക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ സെലിബ്രിറ്റികളുടെ അല്ലെങ്കിൽ സാമൂഹ്യമായി ഉന്നതരുടെ കാര്യം നമ്മൾ ചൂണ്ടിക്കാട്ടുമ്പോഴും സാധാരണക്കാരായ സ്ത്രീകളുടെ കാര്യം നമ്മൾ എടുത്തു പറയാണ്ടിരിക്കാൻ പറ്റില്ല. അതിലും സുപ്രീം കോടതിയുടെ ഒരു വിധിയുണ്ട്. വർഷങ്ങളോളം വീട്ടമ്മയായി കഴിയുന്ന ഒരു സ്ത്രീ ഒരു വിവാഹബന്ധത്തിലേക്ക് പോകുമ്പോൾ അവർക്ക് ജീവനാംശം കിട്ടാൻ അല്ലെങ്കിൽ അത് അവരുടെ അവകാശമാണ്. കാരണം അവരുടെ കുട്ടികളുടെ പരിപാലനം അല്ലെങ്കിൽ ഒരു പ്രതിഫലവും വാങ്ങാതെ സ്വന്തം കുടുംബത്തിന് വേണ്ടി മാത്രം ജീവിതം മുന്നോട്ട് പോയ ഒരു സ്ത്രീക്ക് പെട്ടെന്നൊരു ദിവസം വിവാഹമോചനം നേടുമ്പോൾ അവരുടെ ജീവിതം മുന്നോട്ട് എങ്ങനെ പോകണം എന്നുള്ള ഒരു ആശങ്കയുണ്ടാവും. അതൊക്കെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ വിവാഹമോചന നിയമത്തിൽ ഇത്തരത്തിലുള്ള ജീവനാംശം വെച്ചിരിക്കുന്നത്. പിന്നെ സ്ത്രീകൾക്ക് എപ്പോഴും ഈ വിവാഹമോചന കേസുകളിൽ കോർട്ടിൽ വലിയ പരിഗണന കിട്ടുന്നു എന്നുള്ള പരാതികളും വിമർശനങ്ങളും മുമ്പേ ഉണ്ട്. ഇത് വിവാഹമോചനം നേടിയ സ്ത്രീകളടക്കം പറഞ്ഞിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ പക്ഷേ അതിലേറ്റവും പ്രധാനം നമ്മുടെ രാജ്യത്ത് നിയമവ്യവസ്ഥകളിൽ സ്ത്രീകൾക്ക് വലിയ പരിഗണനയും മുൻഗണനയും കൊടുക്കുന്നു എന്നുള്ളതാണ്. കാരണം നമ്മുടെ രാജ്യം എല്ലാ നിയമവ്യവസ്ഥകളിലും സ്ത്രീകളെ വലിയ രീതിയിൽ പരിഗണിക്കുന്ന ഒരു രാജ്യമാണ് നമ്മുടേത്. അത് ഒരുപാട് പോരാട്ടങ്ങളിലൂടെയും
പ്രതിഷേധങ്ങളിലൂടെയൊക്കെ നമ്മൾ നേടിയെടുത്തതാണ്. പക്ഷേ അതിനെ ഇത്തരത്തിലുള്ള വലിയ രീതിയിൽ ഒരു ന്യായവുമില്ലാതെ ഒരു ലോജിക്കും ഇല്ലാതെ ജീവനാംശം ആവശ്യപ്പെടുക എന്നുള്ളത് കൊണ്ടാണ് കോടതിക്ക് ഇത്തരത്തിലുള്ള നിരീക്ഷണം നടത്തേണ്ടി വരുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ചില ആളുകൾ പറയുന്നത്, അല്ലെങ്കിൽ നിയമം എപ്പോഴും നിങ്ങൾക്ക് അനുകൂലമല്ലേ എന്ന് ചിലരെങ്കിലും എപ്പോഴും കളിയാക്കിയെങ്കിലും പറയാറുണ്ട്. പക്ഷേ ഈ സൂചിപ്പിച്ചതുപോലെ ഒരു വീട്ടമ്മ പെട്ടെന്ന് വിവാഹമോചനം നേടേണ്ട അവസ്ഥ വന്നാൽ അവരെങ്ങനെ മുന്നോട്ട് ജീവിക്കും, അവരവരുടെ കുട്ടികളുടെ ഭാവി എങ്ങനെ ആ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകും എന്ന് ചൂണ്ടിക്കാണിച്ചിട്ടാണ് ഈ അമൽ പറഞ്ഞതുപോലെ ജീവനാംശം എന്നൊരു തുക കൊടുക്കുന്നത്. ഇതിനു മുൻപ് ഒരു കോടതിയുടെ വിധി ഉണ്ടായിരുന്നു, അതായത് വീട്ടമ്മ ചെയ്യുന്നതും ഒരു ജോലി തന്നെയാണ്. അതുകൊണ്ട് തന്നെ വീട്ടമ്മയ്ക്കും അതിൻ്റെതായ പ്രതിഫലം കൊടുക്കണം. വീട്ടമ്മ വീട്ടിൽ എല്ലാ കാര്യങ്ങളും നോക്കി ജോലി ചെയ്യുന്നത് കൊണ്ടാണല്ലോ പുരുഷന്മാർക്ക് പുറത്തു പോയി ജോലി ചെയ്യാനാകുന്നത്. അതുകൊണ്ട് വീട്ടമ്മ എന്ന പദവിക്ക് അല്ലെങ്കിൽ ഈ ചെയ്യുന്ന ജോലികൾക്ക് ഒരു നിശ്ചിത തുക ശമ്പളമായി അല്ലെങ്കിൽ ഒരു വരുമാനം പൈസ കൊടുക്കണം എന്നുള്ളതും ഹൈക്കോടതിയുടെ ഒരു വിധി ഉണ്ടായിരുന്നു. ചില ജീവിതങ്ങൾ അങ്ങനെയും ഉണ്ട്. അപ്പോൾ അവരെ കണ്ടിട്ടാണ് അല്ലെങ്കിൽ അവരെ കുട്ടികളെ വളർത്താൻ വേണ്ടിയിട്ടാണ് ഈ കുട്ടികൾക്കും ഈ ഭാര്യയ്ക്കും ഒരു ചെറിയൊരു തുക ജീവനാംശം കൊടുക്കണം എന്നുള്ള വിധി കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത്. അത് എന്തുകൊണ്ടും നമ്മുടെ ഒരു നിലവാരത്തിൽ നിന്ന് അല്ലെങ്കിൽ അത്ര പരിജ്ഞാനമില്ലാത്ത ഈ ഗ്രാമത്തിലേക്ക് ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ അവിടെയുള്ള സ്ത്രീകൾക്ക് അല്ലെങ്കിൽ അങ്ങനെ നിൽക്കുന്ന സ്ത്രീകൾക്ക് വളരെ അനുകൂലമായൊരു അല്ലെങ്കിൽ ഒരു വിധിയാണ് നമുക്ക് അങ്ങനെ നോക്കുമ്പോൾ ജീവനാംശം കൊടുത്തേ പറ്റുള്ളൂ. പക്ഷേ ഈ നിയമത്തെ ചൂഷണം ചെയ്യുന്നവർക്ക് ഇതൊരു തിരിച്ചടി തന്നെയാണ്. കാരണം നമ്മൾ ആദ്യം സൂചിപ്പിച്ചതുപോലെ എങ്ങനെയെങ്കിലും ഭർത്താവിൻ്റെ കയ്യിൽ നല്ല വരുമാനമുണ്ട്, അപ്പോൾ അതിൻ്റെ ഒരു 3/4 ഭാഗവും അടിച്ചു മാറ്റി അടിത്തറ വരെ ഇളക്കി എടുത്തതിന് ശേഷം മറ്റൊരു ജീവിതത്തിലേക്ക് പോകാം, ഭർത്താവിൽ നിന്നും ഉയർന്ന ജീവനാംശം ആവശ്യപ്പെടുകയും ചെയ്യുന്നതും നമ്മൾ കാണുന്നൊരു കാഴ്ച തന്നെയാണ് ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ. ജീവനാംശം അവകാശം എന്ന് പറയുന്നത് നമ്മുടെ അവകാശം തന്നെയാണ്. പക്ഷെ അതൊരിക്കലും ഔദാര്യമല്ല, അതുപോലെ തന്നെ അത് അനാവശ്യമായ കാര്യവുമല്ല. ഐശ്വര്യ സൂചിപ്പിച്ച പോലെ രണ്ടുപേരുടെയും സാമൂഹ്യ സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് കോടതിക്ക് ഇതിലൊരു തീരുമാനമെടുക്കാം. അത് ഡിപ്പെൻഡബിൾ കൂടിയാണ്. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് കോടതിയിൽ നിന്ന് ഇത്തരത്തിലുള്ള പല കോടതികളിൽ നിന്നും പലതരത്തിലുള്ള നിരീക്ഷണങ്ങൾ വരുന്നത്. ഇപ്പോൾ സാധാരണക്കാർക്കിടയിലുള്ള ഒരു വിവാഹമോചന കേസായിരിക്കില്ല കുറച്ചും കൂടി സാമൂഹ്യമായി ഉയർന്നു നിൽക്കുന്ന ആളുകളിലേക്ക് ഉള്ള ഒരു വരുന്നത്. എന്തുകൊണ്ടും ഈ നിയമത്തെ ചൂഷണം ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ ഈ ഒരു വിവാഹം കഴിച്ചതിൻ്റെ പേരിൽ എല്ലാം എഴുതി കൊടുക്കേണ്ട ഒരു അവസ്ഥ അത് ഉണ്ടാകരുത്. അല്ലെങ്കിൽ അത്തരം പ്രവണതകൾ നമ്മുടെ സമൂഹത്തിൽ കണ്ടുവരുന്നു. എങ്ങനെ നമ്മുടെ നിയമത്തെ എങ്ങനെ നമുക്ക് അതിൽ പഴുതുകൾ ഉണ്ടാക്കി എങ്ങനെ ഈ അടിച്ചു മാറ്റാം അല്ലെങ്കിൽ എങ്ങനെ ഒരാളെ ചൂഷണം ചെയ്യാം എന്നുള്ളതിൽ നിന്നും ഇപ്പോൾ നമ്മുടെ കാലത്തിനനുസരിച്ച് നിയമവും നീതിന്യായ വ്യവസ്ഥയും മാറിക്കൊണ്ടിരിക്കുകയാണ്. ആളുകളുടെ ചിന്താഗതിക്ക് അനുസരിച്ച് ആളുകളെ പറ്റിക്കുന്നതനുസരിച്ച് കോടതിയും കുറച്ച് കാര്യങ്ങൾ കുറച്ചുകൂടി വിശാലമായി ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ടാണ് ഇത്തരത്തിൽ എപ്പോഴും സ്ത്രീകൾക്ക് നിയമം അനുകൂലമെന്നല്ല. കാരണം നമ്മുടെ സമൂഹത്തിലെ ചില വ്യവസ്ഥിതികൾ അങ്ങനെയാണ്. ഈ ജീവിത പങ്കാളിക്ക് മെച്ചപ്പെട്ട ജീവിതം ആവശ്യമാണ്. പക്ഷേ ഒരു ഉയർന്ന ജീവിത നിലവാരം, തൻ്റെ കയ്യിൽ നല്ല സാലറി ഉണ്ട്, തൻ്റെ ഭർത്താവിനേക്കാളും നല്ല സാലറി ഉണ്ട്. പക്ഷെ എന്നിരുന്നാലും ഇനിയും നന്നായി ജീവിക്കാനായി ഭർത്താവിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയേ തീരൂ. ഐശ്വര്യ പറയുമ്പോഴാണ് ഈ സുപ്രീം കോടതി ഈ ഒരു വീട്ടമ്മയുടെ വിവാഹമോചന കേസ് പരിഗണിച്ചുകൊണ്ട് അന്ന് പറഞ്ഞിട്ടുള്ളൊരു കാര്യമായിരുന്നു, ഇന്ത്യയിൽ വിവാഹിതരാകുന്ന എല്ലാ പുരുഷന്മാരും ഭാര്യമാരുടെ സാമ്പത്തിക ശാക്തീകരണത്തെക്കുറിച്ച് ബോധവാന്മാരായിരിക്കണം എന്നുള്ളത്. അതായത് ഭാര്യ സാമ്പത്തിക ഭദ്രത അല്ലെങ്കിൽ സാമ്പത്തിക സ്ഥിരത കൈവരിക്കുന്ന ഒരു പങ്കാളിയായിരിക്കണം തനിക്കുണ്ടാവേണ്ടത് എന്നതിൻ്റെ ഉത്തരവാദിത്തം പുരുഷനുണ്ടാകണം എന്ന് കോടതി പറഞ്ഞു വെക്കുന്നത് കൂടി ഇത് ചേർത്ത് വായിക്കേണ്ട സംഭവമാണ്. അതെ, ഈ പറഞ്ഞതുപോലെ അതുകൊണ്ട് തന്നെ ഇത്തരം നിയമങ്ങൾ ഉണ്ടാകുന്നത് അല്ലെങ്കിൽ കോടതി വിധികൾ ഉണ്ടാകുന്നത് ഒരു കണക്കിന് നല്ലത് തന്നെയാണ്. കാരണം എല്ലാവർക്കും ഈ പറഞ്ഞതുപോലെ അവർ ബോധവാന്മാരാകണം. ഈ പറഞ്ഞ പോലെ നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ ചൂഷണം ചെയ്യുകയല്ല വേണ്ടത്. ഇപ്പം ഒരു വിവാഹമോചനമായാലും അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല എങ്കിൽ അത് നമ്മൾ അവസാനിപ്പിക്കുക തന്നെയാണ് നല്ലത്. അതിൽ കൂടെ പോകുന്ന പോക്കിൽ നമ്മൾ ഈ പറഞ്ഞതുപോലെ എല്ലാം കൊണ്ടുപോകുന്ന പ്രവണത ശരിയല്ല. അതുകൊണ്ട് തന്നെ കാലത്തിനനുസരിച്ച് നിയമവും നീതിന്യായ വ്യവസ്ഥയും മാറുന്നതും ഒരു കണക്കിന് നല്ലത് തന്നെയാണ്. നിയമം എപ്പോഴും സ്ത്രീകൾക്ക് അനുകൂലമാണ് എന്ന പൊതുബോധത്തെ തിരുത്തിക്കുറിച്ചുകൊണ്ട് മാറുന്ന കാലഘട്ടത്തിനനുസരിച്ച് ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥിതി വരുത്തുന്ന നിർണായക മാറ്റങ്ങളാണ് ഡൽഹി ഹൈക്കോടതിയുടെ ഈ വിധിയിലൂടെ പുറത്തു വരുന്നത്. നീതിക്ക് അനുകൂലമായ നിയമം എന്ന കാഴ്ചപ്പാടിലേക്ക് കോടതിയും എത്തിയിരിക്കുന്നു.